എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും ഈന്തപ്പഴവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 3 മുട്ട, 1 കപ്പ് റവ, 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് ഈന്തപ്പഴം, കുറച്ച് കശുവണ്ടി, ആവശ്യത്തിന് ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു കയ്യിലോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. കുറേശ്ശായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ റവ ചേർത്ത് കൊടുക്കുന്നതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നതും വീഡിയോ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതിലേക്ക് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കശുവണ്ടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കയ്യിൽ കൊണ്ടോ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പൂൺ കൊണ്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കണം കേട്ടോ. മധുരം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ റവയും ഈന്തപ്പഴവും കശുവണ്ടിയൊക്കെ ചേർത്തിട്ടുള്ള ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എരിവുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.